ഉളിക്കൽ പഞ്ചായത്തിലെ അറബിക്കുളത്തിനടുത്ത് രണ്ടാം കൈയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വിതച്ച സ്ഥലം കർഷക സംഘം ഏരിയ നേതാക്കൾ സന്ദർശിച്ചു. ഉളിക്കൽ പഞ്ചായത്തിലെ അറബിക്കുളത്തിനടുത്ത് രണ്ടാം കൈയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കാഞ്ഞിരത്തിൽ ദാസൻ, ചന്ദ്രൻകുട്ടി എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. സംഭവസ്ഥലം കർഷക സംഘം ഏരിയ നേതാക്കൾ സന്ദർശിച്ചു. ഇ.പി. രമേശൻ, കെ.എ. ദാസൻ മാസ്റ്റർ, എബ്രഹാം മാസ്റ്റർ, ജെസി പി.എൻ എന്നിവരോടൊപ്പം സ്ഥലത്തെ കർഷക സംഘം പ്രവർത്തകരായ കുഞ്ഞുമോൻ, തങ്കച്ചൻ മലയിൽ, ചെറിയാൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കൃഷിനാശമുണ്ടായ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഈ അറബിക്കുളത്തെ രണ്ടാം കൈയിൽ കാട്ടാന വന്ന് കാഞ്ഞിരത്തിങ്കൽ ദാസൻ്റെ പറമ്പിലുള്ള വാഴകളും അതുപോലെ തന്നെ കൃഷികളും നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ കൃഷി ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ കൃഷി നശിച്ചതിൻ്റെ ഭാഗമായി നഷ്ടപരിഹാരം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ആനയുടെ അക്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് അധികൃതർ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നിലയിലുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് കർഷക സംഘത്തിന് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ കർഷക സംഘത്തിൻ്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഇതാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത്. വന്യമൃഗങ്ങളുടെ കടന്നുവരവ് മൂലം മലയോര മേഖലയിലെ കൃഷിക്കാർക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല. നമ്മുടെ ഈ പ്രദേശത്ത് കൊളുത്തട്ട് ആയാലും കാലാങ്കി ആയാലും മാട്ര, ഉളിക്കൽ ടൗൺ വരെ ആനകളൊക്കെ കടന്നു വന്ന് ആളുകളെ അപായപ്പെടുത്തുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന്യമൃഗ സംരക്ഷണ നിയമം ഇതിനെ പ്രതിരോധിക്കാൻ കർഷകർക്ക് വലിയ തടസ്സമാണ്. അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായ സമരങ്ങൾ കർഷക സംഘവും അഖിലേന്ത്യാ കിസാൻ സഭയെല്ലാം നടത്തിയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നിയമം മാറ്റാൻ തയ്യാറല്ല. അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രയാസമുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നുണ്ട്. ഏതായാലും ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്കുള്ളത്. ഏത് സമയവും വന്യമൃഗങ്ങൾ, പന്നിയായാലും ആനയായാലും നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. ഇത് വലിയ പ്രയാസമാണ്. ഏതായാലും ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനാവശ്യമായ ഇടപെടലുകൾ കർഷക സംഘം എന്ന നിലയിൽ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. ജെൻസ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ മാത്രം. ബോയ്സ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ. ക്രോപ്പ് ടോപ്പ് 3 പീസ് 399 രൂപ. ഗേൾസ് ടീഷർട്ട് 3 എണ്ണം 299 മാത്രം. ലേഡീസ് പല്ലാസോ 3 എണ്ണം 299 രൂപ. ബ്ലാങ്കറ്റ് 3 പീസ് 299 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് 3 പീസ് പ്ലസ് 6 പില്ലോ കവർ 499 രൂപ. ലേഡീസ് കുർത്തീസ് 199 രൂപ മാത്രം. ലേഡീസ് 2 പീസ് സെറ്റ് 299 രൂപ. ചുരിദാറുകൾ 399 രൂപ. നൈറ്റികൾ 149 രൂപ. ബോയ്സ് ഷോർട്ട് 39 രൂപ. ഗേൾസ് കോട്ട് സെറ്റ് 199 രൂപ. ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ 199 രൂപ മാത്രം. ഫാൻസി സാരികൾ 299 രൂപ. ധോത്തികൾ 199 രൂപ മാത്രം. കാഷ്വൽ ഷർട്ടുകൾ 199 രൂപ. ട്രാക്ക് പാന്റുകൾ 149 രൂപ. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.